കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 21, 22, 23 വചനങ്ങൾ. യേശു പിന്നെ അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയും. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരൊക്കെ പേടിച്ച്, യഹൂദന്മാരെയും അതുപോലെ റോമൻ ഗവൺമെൻറ്റിനെയും പേടിച്ചവർ കഥകടച്ച് അവർ അങ്ങനെ ഇരിക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ വന്നു നിന്നു. കർത്താവ് ആത്മാവാകുന്ന കർത്താവ്, ആത്മാവാകുന്ന ദൈവം മനുഷ്യവേഷത്തിൽ മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ കർത്താവ് വന്നു. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പലവട്ടം പ്രത്യക്ഷമായി. അങ്ങനെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവർ ഭയവീലരായിരിക്കുമ്പോൾ അടച്ചിട്ട മുറിക്കുള്ളിൽ കർത്താവ് കടന്നു വന്നു. പലപ്പോഴും അടയ്ക്കപ്പെട്ട അവസ്ഥകൾ, ഈ ജയിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെ ആ ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്ന ജനം പലതരത്തിലുള്ള കുറ്റവാളികളാണ്. കുറ്റം ചെയ്യാത്തവരും അതിനകത്ത് ഉണ്ട്, അപൂർവം ചില ആൾക്കാരുണ്ട്. ചെങ്കുകുറ്റത്തിനായിരിക്കത്തില്ല അവർ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ജനത്തിൻ്റെ നടുവിൽ കർത്താവിൻ്റെ വചനവുമായി, കർത്താവിൻ്റെ സാക്ഷിയായി ആളത്വമായിട്ട് കടന്നു പോകാൻ ഉള്ള അവസരവും ഒക്കെ അങ്ങനെ പോകുന്നവർക്ക് കിട്ടാറുണ്ട്. ഇവിടെയൊക്കെ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ആ അനുഭവത്തിൽ കിടക്കുന്നവർക്ക് ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്കൊരല്പം സമാധാനം, സന്തോഷം, അതുപോലെ അവരുടെ ഭാരങ്ങൾ അവരെ വിട്ട് ഒഴിയുന്നത്, അല്പസമയമെങ്കിലും അവർക്ക് ദൈവത്തെക്കുറിച്ച് കേൾക്കാൻ പറ്റുന്നത് അവർക്കൊരു ഭാഗ്യമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ നടന്നതാണ്, കർത്താവിനെ അനുഭവിച്ച് കർത്താവിൽ നിന്ന് സന്തോഷമൊക്കെ പ്രാപിച്ച ജനമാണ്. ഇപ്പോൾ കർത്താവ് നഷ്ടപ്പെട്ടു, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇവർക്ക് പിന്നെ ഒരു അറിവില്ല. പിന്നെ ഇവർക്ക് പ്രത്യക്ഷമാകുന്നത് വരെ അവർ ഭയപ്പെട്ട് മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ കീഴിലാണ് കർത്താവ് വന്ന് അവരോട് സംസാരിക്കുന്നത്. ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ കൂടി ദൈവമക്കൾ തന്നെ കടന്നു പോയിട്ടുണ്ട്. കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നതിന് മുമ്പും പിൻപും ഏതെല്ലാം സാഹചര്യങ്ങൾ കൂടി നാം കടന്നു പോയിട്ടുണ്ട്, കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ കർത്താവ് തൻ്റെ വചനമയക്കുകയും തൻ്റെ ശുശ്രൂഷകരിലൂടെ നമ്മളോട് സംസാരിക്കുകയും അതുപോലെ സ്വപ്നത്തിലും ദർശനത്തിലൂടെയൊക്കെ ദൈവം നമ്മളോട് സംസാരിക്കുക, അങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. ഇവരിവിടെ ഇതിനകത്ത് ഇങ്ങനെ അടയ്ക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ കർത്താവ് വന്ന് പറയുകയാണ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഭയപ്പെട്ടിരിക്കുക ശിഷ്യന്മാരിവിടെ ഭയപ്പെട്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, പിതാവ് എന്നെ അയച്ചതുപോലെ. പിതാവ് മാനവരാശിയുടെ രക്ഷയ്ക്ക് തൻ്റെ പുത്രനെ തന്നെ യാഗമാക്കുവാൻ വേണ്ടി, കർത്താവ് തന്നെ യാഗമാക്കുവാൻ വേണ്ടി വന്നതാണ്. പിതാവ് അയച്ചിട്ടാണ് വന്നത്. ആ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. എന്തിനാ അയക്കുന്നതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞതിന് ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. അവരത് റിസീവ് ചെയ്തു. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. പാപമോചനത്തിനുള്ള അധികാരം അത് കർത്താവിന് മാത്രമുള്ളതാണ്. നമുക്കറിയാം, ബൈബിൾ പഠിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഒരു പക്ഷവാത രോഗിയും ചുമന്നുകൊണ്ട് കുറേ ആൾക്കാർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന സമയത്ത് ഈ കൊണ്ടുവരുന്നവരുടെ വിശ്വാസം, ഇദ്ദേഹത്തെ ചുമന്നു കൊണ്ടുവന്ന ആ ആൾക്കാരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പരീക്ഷന്മാരും ശാസ്ത്രിമാരും ദൈവവചനം അറിയുന്നവരാ. ദൈവത്തിനല്ലാതെ വേറെ ആർക്കും പാപമോചനം കൊടുക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. പക്ഷേ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് അവർ അംഗീകരിച്ചിട്ടുമില്ല. അപ്പോൾ കർത്താവ് അത് വ്യാജമാണ് പറയുന്നത്, ദൈവദൂഷ്ടമാണ് പറയുന്നത് അവർ ചിന്തിച്ചു. അപ്പോൾ ദൈവദൂഷ്ടം പറയുന്ന ഇവൻ ആർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുമോ എന്ന് അവർ ചിന്തിച്ചു. യേശു അവരുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. നിങ്ങൾ ഹൃദയത്തിൽ ചിന്തിക്കുന്ന എന്ത്? നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ ഏതാകുന്ന എളുപ്പം? എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടത്. ഒരു അടയാളമാണ് അവിടെ, ഒരു അടയാളമായിട്ടാണ് കൊടുക്കുന്നത്. ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും അറിയേണ്ടതിന്, അന്നത്തെ യേശുവിനെ ഫോളോ അപ്പ് ചെയ്ത യഹൂദന്മാർ അറിയേണ്ടതിന് പറഞ്ഞു,
നിൻ്റെ പാപങ്ങൾ ഞാൻ മോഹിച്ച് തന്നിരിക്കുന്നു, നീ കിടക്ക എടുത്ത് നടക്കാനുമാണ്. ആ വ്യക്തി കിടക്ക എടുത്ത് നടന്നു. അപ്പം പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരം യേശു ക്രിസ്തുവിന് മാത്രമാണ് ഉള്ളത്. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്നത്, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ, തമ്മിൽ ഭാരങ്ങളെ ചുമന്നു. ഒരു വ്യക്തിയുടെ പാപത്തെ മറ്റൊരു വ്യക്തി അത് ചുമന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ട് ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പാപബന്ധനത്തെ കർത്താവ് അഴിച്ചു കളയും. അവിടെ ഇങ്ങനെ പറയുന്നു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, വിശ്വാസിയെക്കുറിച്ചാണ് ഈ പറയുന്നത്, രക്ഷിക്കപ്പെട്ട് വിശ്വാസിയെക്കുറിച്ചാണ് ഗലാത്യ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ പറയുന്നത്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുകയും നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും തമ്മിൽ ഭാരങ്ങളിൽ ചുമപ്പീൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പീൻ. നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ തെറ്റിപ്പോയാൽ ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ വ്യക്തിയെ സൗമ്യതയുടെ ആത്മാവിനാൽ വഴക്കുണ്ടാക്കിയും പ്രശ്നം സൃഷ്ടിച്ചും ഒരു വ്യക്തിയെ നേരെയാക്കാൻ സാധിക്കത്തില്ല. സൗമ്യതയുടെ ആത്മാവിനാൽ ആ വ്യക്തിയെ ദൈവാത്മാവിനാൽ ഏതെങ്കിലും രീതിയിൽ ഒന്ന് പ്രാർത്ഥിക്കുക. 2, അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികൾ, ദൈവകൃപയുള്ള വ്യക്തികളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായാൽ ആ വ്യക്തിയിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട് ഈ വ്യക്തി മാനസാന്തരപ്പെടും. അതിവിടെ പറയുന്നത്, സൗമ്യതയുടെ ആത്മാവിനാൽ ആ വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുകയും. വിശ്വാസിയുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി അവിശ്വാസിയാണെങ്കിൽ പോലും വളരെ പാപത്തിൻ്റെ കെണിയിൽ കിടക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, ആ വ്യക്തിക്കൊന്നും അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണെങ്കിലും നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവരുടെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ പാപത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ്റെ പാപബന്ധനത്തെ അഴിച്ചുവിടാൻ നമുക്ക് കഴിയും. അതാ ഇവിടെ പറയുന്നത്, നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവരുടെ പാപം മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം നിർത്തുന്നുവോ അവരുടെ പാപം നിർത്തിയിരിക്കും. പാപബന്ധനങ്ങൾ അഴിക്കുവാനുള്ള കൃപ, അഭിഷേകം ദൈവം പകർന്നിരിക്കുമ്പോൾ എത്രയോ യൗവനക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെല്ലാം കൃത്യങ്ങൾ അകപ്പെട്ടു പോകുന്നു. മദ്യപാനത്തിലും ലഹരി പദാർത്ഥങ്ങളും അടിമപ്പെട്ടു, വിചാരത്തിലും മറ്റും ദുഷ്കർമ്മങ്ങൾ അകപ്പെട്ടു പോകുന്നവർ, ഇങ്ങനെ പല കാര്യങ്ങൾ കുരുങ്ങിക്കിടക്കുന്ന അനേകം ജനമുണ്ട്. അനേകം ജാതികളിലും മതങ്ങളിലും പെട്ടവരുണ്ട്. ഇവരുടെ പാപം, ആ പാപത്തിൻ്റെ പ്രവൃത്തികൾ അഴിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പാപത്തിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിനാൽ പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിച്ചു കളയുവാൻ, പാപത്തിൻ്റെ പ്രവൃത്തികൾ അഴിച്ചു കളയുവാൻ ദൈവം അധികാരം നൽകിയിട്ടുള്ള കർത്താവിൻ്റെ വേലക്കാർ, കർത്താവിൻ്റെ ശുശ്രൂഷക്കാർ, കർത്താവിൽ വിശ്വസിക്കുന്ന ജനം അതിന് തയ്യാറാകുമെങ്കിൽ തങ്ങളുടെ പ്രാർത്ഥനയിൽ, അതുപോലെ തന്നെ സുവിശേഷം അറിയിക്കുന്നതിൽ, ദൈവവചനവുമായി അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി നാം അവരെ ഏതെല്ലാം രീതിയിൽ നമുക്ക് കർത്താവിനോട് അടുപ്പിക്കുവാൻ കഴിയുമോ അങ്ങനെയുള്ള സതുപദേശങ്ങൾ, ദൈവവചനപ്രകാരമുള്ള ഉപദേശങ്ങൾ നൽകി അവരുടെ പാപബന്ധനത്തെ അറുത്തു കളയുവാൻ വിശ്വസ്തനായ ഒരു ദൈവവൈതലിന് സാധിക്കും. കർത്താവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. അത് പാസ്റ്റർ കെട്ടുന്നത് കർത്താവ് സ്വർഗത്തിൽ കെട്ടുമെന്നല്ല, പാസ്റ്റർ അഴിക്കുന്നത് കർത്താവ് അഴിക്കുന്നതല്ല. വിശ്വസിക്കുന്നവർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ വഴി, ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തൻ വഴി ഇത് സംഭവിച്ചിരിക്കും. അപ്പോൾ ഒരു വിശ്വാസി ഏതെങ്കിലും രീതിയിൽ തെറ്റിപ്പോയാലും ദൈവത്തോട് പക്ഷപാതം ചെയ്യാൻ നമുക്ക് കഴിയും. ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ, ദൈവത്തോട് പക്ഷപാതം ചെയ്യുവാൻ, ഒരുവൻ തെറ്റിപ്പോയാൽ ശ്രേഷ്ഠ മഹാപുരോഹിതനായി പക്ഷപാതം ചെയ്യാൻ കർത്താവുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ നമ്മൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. മറ്റൊരാൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ നമ്മൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് നാം ചെയ്താൽ മാത്രമേ പരിശുദ്ധാത്മാവ് ചെയ്യുള്ളൂ. നാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊന്നും നടക്കത്തില്ല. അതാ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരുടെ പാപം മോചിക്കുന്നുവോ അവരുടെ പാപം മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപം നിർത്തുന്നുവോ അവരുടെ പാപം നിർത്തിയിരിക്കുന്നു. അതിനാണ് ദൈവം അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഊതിയത്. മാത്രമല്ല അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തു. കർത്താവ് ആ പെന്തക്കോസ്ത് നാളിൽ, ആ 50-ാം ദിനം
കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിൻ്റെ 10ാമത്തെ ദിവസം 120 പേർ കൂടിയിരുന്ന ആ മാളിക മുറിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു, പരിശുദ്ധാത്മാവ് കടന്നു വന്നു. യേശു കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തൻ്റെ ആത്മാവിനെ തൻ്റെ ജനത്തിൻ്റെ മേൽ പകർന്നു. അങ്ങനെ പകർന്നു. ആ ആത്മാവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇരുന്നു കൊണ്ട് ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവരുടെ പാവം മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാവം നിർത്തുന്നുവോ അവരുടെ പാവം നിർത്തിയിരിക്കും. അപ്പോൾ അതിന് പകരം കുറ്റം പറഞ്ഞു ആക്ഷേപിച്ചും പരിഹസിച്ചും ഒന്നുകൂടെ നിന്നാപാത്രമാക്കി ദൈവജനം പരസ്പരം പോരാട്ടം ചെയ്യാനല്ല, ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനാൽ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ശുശ്രൂഷകൾ ചെയ്യുവാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യം ശക്തിയോടെ ഭൂമിയിൽ വെളിപ്പെട്ട് വരത്തുള്ളൂ. ആ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യാത്ത കാലത്തോളം കർത്താവിൻ്റെ വരവ് താമസിക്കും. കർത്താവിൻ്റെ വരവിന് താമസം മറ്റാരുമല്ല, ഭൂമിയിൽ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ആത്മാവിനും സത്യത്തിനെ ആരാധിക്കുന്ന ജനനിമിത്തമാണ്. അവർ ചെയ്യേണ്ടുന്ന ദൗത്യങ്ങൾ, അവർ ചെയ്യേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യാത്തത് നിമിത്തമാണ് കർത്താവിൻ്റെ വരവിന് താമസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്സുകരായി നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ എവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ആത്മാവിനെ അളവുകൂടാതെ അങ്ങയുടെ ജനത്തിൻ്റെ മേലെ സഭയുടെ മേൽ നാഥ തിരുവെഴുത്തുകളും പ്രകാരം നിങ്ങൾ ആരുടെ പാവം മോചിക്കുന്നുവോ അവരുടെ പാവം മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാവം നിർത്തുന്നുവോ അവരുടെ പാവം നിർത്തിയിരിക്കുമെന്ന് അങ്ങയുടെ വചനം ഞങ്ങളിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിറവേറേണ്ടതിന് തൃക്കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ തന്നെ. ആമേൻ.